അസ്സലാമലൈക്കും. എൻ്റെ പേര് നഹ്ദിൽ ഫാത്തിമ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് കാം, കണക്ട്, കമ്മ്യൂണിക്കേറ്റ് എന്ന വിഷയങ്ങളെ പറ്റിയാണ്. ആദ്യം തന്നെ നമുക്കൊരു കോട്ട് പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. Every day in 100 small ways our children ask, do you see me? Do you hear me? Do I matter? Their behavior often reflects our answer. അതായത് ഓരോ കുട്ടിയും അവരുടെ ഉള്ളിൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പേരൻസ് എന്നെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, അവർക്ക് ഞാനൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണോ, അങ്ങനെ ഓരോ ചോദ്യങ്ങളും അവരിങ്ങനെ അവരുടെ ഉള്ളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അവരത് പുറത്ത് ചോദിച്ചെന്ന് വരില്ല, എന്നാലും അവരുടെ ഉള്ളിൽ അത് കാണും. അതിന് അവർ ഉത്തരം കണ്ടുപിടിക്കുന്നത് ഡെയിലി ലൈഫിൽ അവരുടെ പേരൻസ് എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പൊ അവരുടെ ആ ബിഹേവിയർ, ആ കുട്ടികളുടെ ബിഹേവിയർ അവർ എങ്ങനെ അതിന് ആൻസർ കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വളർന്നു വരുന്നത്. അത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ദ പവർ ഓഫ് കോറഗുലേഷൻ. ദ പവർ ഓഫ് കോറഗുലേഷൻ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം, വാട്ട് ഈസ് കോറഗുലേഷൻ? എന്താണ് കോറഗുലേഷൻ? റിലേഷണൽ പ്രോസസ്. അതായത് നിങ്ങൾ എന്നും നിങ്ങളുടെ കുട്ടികളെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഡൗൺ ആയി പോകുന്നത്, ടെൻഷൻ അടിക്കുന്നത് എല്ലാം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് ചില പേരൻസ് അവരോട് കൂടെ ടെൻഷൻ ആയി പോകും, അല്ലെങ്കിൽ അവർക്ക് ഒരു കുട്ടി കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സങ്കടം വന്ന് പേരൻസ് കരയാറുണ്ട്. അങ്ങനെ ഓരോ അവരുടെ ഇമോഷൻസ് അനുസരിച്ച് പേരൻസും ചിലപ്പോൾ താന്നു പോകാറുണ്ട്. പക്ഷേ ശരിക്കും അവർക്ക് ഇവിടെ ആവശ്യം നമ്മുടെ ഒരു പേരൻസിന്റെ ഒരു പ്രസൻസ് ആണ്. അതായത് അവർക്ക് ഒരു പക്ഷേ അവർക്ക് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലായിരിക്കും ആവശ്യം. അതിനു പകരം ആ പേരൻസിന്റെ ഒരു പ്രസൻസ് അവരടുത്ത് വന്നിരിക്കുക, ഒന്ന് സമാധാനത്തോടെ നോക്കുക, ഒരു സമാധാന വർത്തമാനം പറയുക അവരോട്, അങ്ങനെ അതൊക്കെ ആയിരിക്കും അവർക്ക് ആവശ്യം. ഈ ടോപ്പിക്ക് ഇന്റർപേഴ്സണൽ ന്യൂറോബയോളജി എന്ന സബ്ജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇവർക്ക് ഇങ്ങനെ ഈ പേരൻസ് അടുത്ത് വന്നിരുന്ന് സമാധാനത്തോടുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം അവർക്ക് ഒരു എക്സ്റ്റേണൽ നെർവസ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു പേരന്റിന്റെ ഒരു സമാധാനത്തോടുള്ള ഒരു നോട്ടം, ഒരു സമാധാന വാക്ക്, ഇതൊക്കെ അവർക്ക് ഒരു എക്സ്റ്റേണൽ നെർവസ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കമ്മ്യൂണിക്കേറ്റ് സേഫ്റ്റി. ഇപ്പം ഈ ഒരു കുട്ടിക്ക് ഇപ്പോൾ പെട്ടെന്ന് സങ്കടം വരുവാണ്, അപ്പം അവർക്ക് ഓടിപ്പോയി എൻ്റെ പേരൻറ്റിനോട് പറയാൻ പറ്റുമല്ലോ, അങ്ങനെ ഒത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല. അതിപ്പം ആ കുട്ടി ഇപ്പം ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാനത് പോയി എൻ്റെ ഇമോഷൻസ് എൻ്റെ പേരൻറ്റിനോട് എനിക്ക് കാണിക്കാൻ പറ്റും, അവർ അതിനൊന്നും പറയത്തില്ല, ജഡ്ജ് ചെയ്യത്തില്ല, അങ്ങനെയുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. അതിന് വേണ്ടത് ഇപ്പം ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തിന്, അപ്പൊ പോയിട്ട് തിരിച്ച് ദേഷ്യപ്പെട്ട് നീ എന്തായി കാണിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് തിരിച്ച് ദേഷ്യപ്പെടുവാണെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടിക്ക് കാമാകാൻ തോന്നുകയില്ല. അതിന് പകരം പോയിട്ട് ഇങ്ങനെ ആ കുട്ടി ദേഷ്യപ്പെട്ട് കഴിയുന്നത് വരെ ഇങ്ങനെ സമാധാനത്തോടു കൂടി ഇരുന്നിട്ട് അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് അവസാനം സൊല്യൂഷൻ കൊടുക്കാതെ എല്ലാം ശരിയാകും അങ്ങനെയുള്ള രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിക്ക് അവിടെ ആവശ്യം. അടുത്തതായിട്ട് പറയുന്നത് ഈ കോറഗുലേഷനിലൂടെ ആ കുട്ടിക്ക് ഒരു ഇമോഷൻസുമായിട്ട് ബന്ധപ്പെടാൻ, ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും എല്ലാ ഇമോഷൻസിലൂടെ സഞ്ചരിക്കാനും ഒക്കെ അത് ഉപകാരപ്പെടുകയാണ് ചെയ്യുക. കോറഗുലേഷൻ ഈസ് നോട്ട് അബൌട്ട് സ്റ്റോപ്പിംഗ് ഇമോഷൻസ്. അതായത് കോറഗുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഇമോഷൻ ഒരു പക്ഷേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോയിട്ട് കരച്ചിൽ നിർത്ത് അങ്ങനെ പറയുന്ന ഇമോഷൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല കോറഗുലേഷൻ. അതിന് പകരം പോയി കേട്ടുകൊണ്ടിരുന്ന് നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന് ആ ഇമോഷൻസിനെ അവർ ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സമയം കൊടുത്തിട്ട് അങ്ങനെ സമയം കൊടുത്ത് കേട്ടുകൊണ്ടിരുന്നിട്ട് എല്ലാം ഓക്കെ ആവുന്നത് വരെ. ഇപ്പം നമ്മൾ ആ പേരന്റ് പോയി തിരിച്ച് ദേഷ്യപ്പെടുവാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ തിരിച്ച് കൂടുതൽ ദേഷ്യം വരുവാണ് ചെയ്യുക. അപ്പോൾ ഇതിന് പകരം പോയി ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ കേൾക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് തോന്നും, ഓ എൻ്റെ ദേഷ്യം കണ്ടിട്ട് തിരിച്ച് എൻ്റെ പേരന്റ് ദേഷ്യപ്പെടുന്നില്ലല്ലോ, അപ്പം അവർക്ക് ഇങ്ങനെ അവരുടെ ആ ദേഷ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും എൻ്റെ ഈ
ദേഷ്യം നിർത്തിവെക്കാൻ പറ്റുന്ന ആ കുട്ടിക്ക് ഒരുപക്ഷെ തോന്നും. അതാണ് പറയുന്നത്, യുവർ ഇമോഷൻസ് ആർ സേഫ് ഹിയർ, ഐ ക്യാൻ ഹാൻഡിൽ ദം ആൻഡ് സോ യു ക്യാൻ യു. അതായത് നമ്മുടെ ഇമോഷൻസ്, കുട്ടികളുടെ ഇമോഷൻസ് പേരൻസിന്റെ അടുത്ത് തുറന്നു കാണിക്കുന്നതിൽ അവർ സേഫ് ആണ് എന്ന് അവർക്ക് തോന്നുവാണ് ഇതിലൂടെ ചെയ്യുക. ദ അറ്റാച്ച്മെന്റ് ഫ്രെയിംവർക്ക്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെയും പേരന്റിന്റെയും ഇടയിലുള്ള ബന്ധം, അതാണ് ഇവിടെ പറയുന്നത് അറ്റാച്ച്മെന്റ് ഫ്രെയിംവർക്ക്. അറ്റാച്ച്മെന്റ് ഈസ് ഇമോഷണൽ ബോണ്ട്സ് ഷേപ്പിംഗ് ചൈൽഡ്സ് വ്യൂ ഓഫ് ദ വേൾഡ്. അതായത് ഒരു കുട്ടിയുടെയും പേരന്റിന്റെയും ഇടയിലുള്ള ആ അറ്റാച്ച്മെന്റ് ഈ കോറിലേഷനിലൂടെ വളരുകയാണ് ചെയ്യാറ്. അതിനിവിടെ പറയുന്നത് യുവർ ഫീലിംഗ്സ് മാറ്റർ, ഐ ക്യാൻ ഹാൻഡിൽ ദം, യു ആർ നോട്ട് അലോൺ. അപ്പോൾ ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് കുട്ടിയുടെ നിർത്തുന്നതിലൂടെ ആ കുട്ടിക്ക് തോന്നുവാണ്, ആ കുട്ടീനോട് പേരൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ഇമോഷൻസും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അതുകൊണ്ട് വേറൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് കുട്ടിക്ക് തേടി പോകേണ്ട ആവശ്യം വരികയല്ല, എന്ത് പ്രശ്നം വന്നാലും പേരന്റിന്റെ അടുത്തോട്ട് ഓടി പോകാൻ കഴിയും എന്ന് ആ കുട്ടിക്ക് തോന്നുവാണ് ഇതിലൂടെ ചെയ്യുക. അറ്റാച്ച്മെന്റ് 4 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്: സെക്യൂർ അറ്റാച്ച്മെന്റ്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. അതായത് ആദ്യത്തെ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, പേരന്റുമായിട്ട് നല്ല രീതിയിലുള്ള ബോണ്ട്, എന്ത് കാര്യം തുറന്ന് പറയാനും എന്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും പേരന്റ് സേഫ് ആണ് എന്നൊരു കുട്ടിക്ക് തോന്നുവാണെങ്കിൽ അതാണ് പേരന്റിന്റെയും കുട്ടിയുടെയും ഇടയിലുള്ള സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്. അതായത് ചില പേരൻസ് കാണും, ചില സമയത്ത് എങ്ങനെ എന്തെങ്കിലും പോയി പറയുമ്പോൾ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും, ചില സമയത്ത് പോയി പറയുമ്പോൾ ഭയങ്കരമായി ദേഷ്യപ്പെടും, ചില സമയത്ത് പോകുമ്പോൾ നിലനിർത്തി ദേഷ്യപ്പെടും, ചില സമയത്ത് ഭയങ്കര കാമായിട്ട് പെരുമാറും. അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവിടെ പോയി പറയുമ്പോൾ പേരന്റ് എന്തായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യുക, ദേഷ്യപ്പെട്ടായിരിക്കുമോ അതോ സമാധാനപരമായിട്ടായിരിക്കുമോ എന്ന് ആ കുട്ടിക്ക് അവിടെ സംശയം ഉണ്ടാകും. അങ്ങനെയുള്ള അറ്റാച്ച്മെന്റിനെയാണ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. അതായത് ചില പേരൻസ് കാണും കുട്ടിയുടെ ഇമോഷൻസ് ഒന്നും നോക്കുകയില്ല, കുട്ടീനെ ശ്രദ്ധിക്കുകയില്ല. ഇപ്പം അവർക്ക് സങ്കടം വന്നാലും അവൾ എന്തുവരെ കാണിക്കും, സങ്കടം വരട്ടെ, ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെട്ടെ, അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യുക, കുട്ടിയെ ശ്രദ്ധിക്കാതെ ഇരിക്കുക. അങ്ങനെയുള്ള അറ്റാച്ച്മെന്റിലൂടെ കുട്ടിക്ക് ഇന്റേണൽ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം ഞാൻ ഇമോഷൻസ് പുറത്ത് കാണിച്ചിട്ട് കാര്യമില്ല, എന്നെ ഒരിക്കലും പേരൻസ് ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് അവർക്ക് ഒരു പക്ഷേ ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രോമയോടെ കഴിഞ്ഞു പോകുന്ന പിള്ളേർ കാണും. നമ്മൾ എന്ത് ചെറിയ കാര്യം പോയി പേരൻസിനോട് പറഞ്ഞാലും ഉടനെ ദേഷ്യപ്പെടുക, ഒരിക്കലും ഒരു കാര്യം പറയാം, ഒരു ചെറിയ കാര്യം പോലും പറയാൻ പറ്റില്ല, എന്ത് കാര്യം പറഞ്ഞാലും തിരിച്ച് ദേഷ്യപ്പെടുന്ന പേരൻസ് കാണും. അങ്ങനെയുള്ള അറ്റാച്ച്മെന്റിനെയാണ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. വൈ കോറഗുലേഷൻ മാറ്റേഴ്സ്. എന്താണ് കോറഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോറഗുലേഷൻ എന്തിനാണ് കോറഗുലേഷൻ? ബിൽഡ്സ് ഇമോഷണൽ റെസിലിയൻസ്. അതായത് ആദ്യമായി പറയുന്നത് കുട്ടിക്ക് എന്ത് ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാം എന്ന് ആ കുട്ടിക്ക് തോന്നുന്നതിലൂടെ ആ കുട്ടി എല്ലാ ഇമോഷൻസിലൂടെ സഞ്ചരിക്കാനും അത് റെഗുലേറ്റ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഇമോഷൻസ്, അതിപ്പോൾ ഒരു സങ്കടം വന്നാൽ അത് ഉള്ളിൽ വെക്കാതെ അത് കരഞ്ഞ് തീർക്കും, അല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നാൽ അത് ദേഷ്യപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കാമാകും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് പേരൻസ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുന്നതിലൂടെ അത് അവർക്ക് ഫുള്ളായിട്ട് കാണിച്ച് തീർത്തിട്ട് അത് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ട്രെങ്തൻ പേരന്റ് ചൈൽഡ് ബോണ്ട്. അതായത് പേരന്റിന്റെയും കുട്ടിയുടെയും ഇടയിലുള്ള ആ ബോണ്ട് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പേരന്റിനോട് ഏത് ഫീലിങ്സ് വേണമെങ്കിലും തുറന്ന് കാണിക്കാം. അന്നേരം ഒരു കുട്ടി അവിടെ സേഫ് ആവുകയാണ് പേരൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് സങ്കടം വന്നാൽ എനിക്ക് എൻ്റെ പേരന്റിൻ്റെ അടുത്തോട്ട് ഓടി പോകാമല്ലോ, അവരെന്നെ എന്തായാലും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ബോണ്ട് പേരന്റിന്റെ ചൈൽഡിന്റെ ഇടയിൽ ഉണ്ടാകും. പിന്നെ റെഡ്യൂസസ് ക്രോണിക് സ്ട്രെസ്. അതായത് കുട്ടികളുടെ അകത്ത് ഇപ്പം നമ്മൾ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഇമോഷൻ ഇങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അകത്ത് കുറേ സ്ട്രെസ്സസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ പേരൻസ് എല്ലാം കേട്ടിരിക്കുന്ന പേരൻസ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ കുട്ടിക്ക് ഒരിക്കലും ഇമോഷൻസ് ഒളിപ്പിച്ച് വെച്ച് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും.
കോമൺ ചലഞ്ചസ് ആൻഡ് ദ പവർ ഓഫ് റിപ്പയർ. അതായത് ഈ കോ റെഗുലേഷനിലൂടെ പേരൻസ് കുറെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇമോഷണൽ ട്രിഗേഴ്സ്, ഫീലിംഗ് ഡ്രെയിൻ, മിസ്കൺസെപ്ഷൻസ്, ഫ്രസ്ട്രേഷൻ. അതായത് ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പേരന്റിന് തിരിച്ച് ദേഷ്യപ്പെടേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് കാമായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഇപ്പൊ ആ കുട്ടികളെ വലുതായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാമായിട്ടിരിക്കും, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ പേരൻസിന്റെ ഇടയിൽ ഉണ്ടാകും. അതിനാണ് ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫീലിംഗ് ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ പേരന്റിനും ഒരു പക്ഷെ കരച്ചിൽ വരും. എന്താ കൊച്ചിനെ പറ്റി അങ്ങനെ ഓർത്ത് ആ പേരന്റിന്റെ ആ ഒരു ഇമോഷനും കൂടെ കുട്ടിയിലോട്ട് കാണിക്കാതിരിക്കുക. അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടി അത് പിടിച്ചു നിർത്തുന്നതാണ് ഫീലിംഗ് ഡ്രെയിൻ എന്ന് പറയുന്നത്. മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി ഒരു കാര്യം ഇപ്പൊ ഒരു ചുമ്മാ എന്തെങ്കിലും കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഇവള് ചുമ്മാ ഡ്രാമ കാണിക്കുന്നതാ, ഇവൾക്ക് ഒരു പ്രശ്നമില്ല, ഇത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, അങ്ങനെ ഒരു പക്ഷേ പേരൻസിന് തോന്നും. അന്നേരം അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അല്ലാതെ അത്രയ്ക്ക് സങ്കടം വന്നാലും ഒരു കുട്ടി കരയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനാണ് മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളതിനെ പേരൻസ് അതിനെ കാമായിട്ട് ഇരുന്ന് അവർക്ക് നല്ല പ്രസൻസ് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് അത് ശരിയായെന്ന് വരില്ല. ആ സമയത്ത് പേരൻസിന് ഭയങ്കര ടെൻഷൻ ആവും. അതോ ഞാൻ ഇത് ചെയ്തിട്ടും ആ കുട്ടിക്ക് അത് ശരിയാവുന്നില്ലല്ലോ, എൻ്റെ കുട്ടിക്ക് അത് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആവും പേരൻസിന്. അതിനെയാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദ പവർ ഓഫ് റിപ്പയർ. Perfection isn't required, but repair is. Apologizing and reconnecting after disconnection deepens attachment and models resilience. അതായത് ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് ശേഷം പ്രശ്നങ്ങളെല്ലാം പേരൻസ് ഹാൻഡിൽ ചെയ്ത് അതിൽ അറ്റാച്ച്മെന്റിലോട്ട് ആക്കുന്നതിനാണ് പവർ ഓഫ് റിപ്പയർ. അതിനെയാണ് പവർ ഓഫ് റിപ്പയർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഫോർ കോറഗുലേഷൻ. അതായത് കോറഗുലേറ്റഡ് പേരന്റ് ആവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. റെഗുലേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യമായിട്ട് പേരൻസിന്റെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ദേഷ്യപ്പെടാതെയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേഷ്യം വരാതെ ഹാൻഡിൽ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിനെയാണ് റെഗുലേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം പേരന്റ് തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ അത് കുട്ടിയും ആ പേരന്റിനെ കണ്ടു പഠിക്കത്തുള്ളൂ. പിന്നെ ഓഫർ കാം പ്രസൻസ്. എന്നും ഒരു സമാധാനപരമായ അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കണം. അല്ലാതെ കുട്ടികൾക്ക് ഏത് സമയവും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, പിന്നെ ഏത് സമയം ഉപദേശിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഡീലിങ്സ് അത് കുട്ടികളിൽ നിന്നും പ്രസന്റ് ചെയ്യണം. വാലിഡേറ്റ് ഇമോഷൻസ്. അവർക്ക് എന്ത് ഇമോഷൻ വന്നാലും അത് ഒരു ജഡ്ജ്മെന്റ് കൂടാതെയും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കണം. അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ അത് സങ്കടം അവർ പറഞ്ഞു തീർക്കുന്നത് വരെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ കേട്ടുകൊണ്ടിരിക്കണം. കംഫോർട്ട് ഡോണ്ട് ഫിക്സ്. അവർക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ മതി, നിനക്ക് പറ്റും, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞ് കുട്ടികളോട് അങ്ങനെ പറയാതെ അവർക്കൊരു കംഫോർട്ട് സ്പേസ് കൊടുക്കുക. ഇങ്ങനെ അവർക്കിപ്പോൾ കേൾക്കാൻ ലിസണറിനെയാണ് ആവശ്യമെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ നീ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കാതെ ഒരു കംഫോർട്ട് സ്പേസ് കൊടുക്കുക. അണ്ടർസ്റ്റാൻഡിങ് ചാലഞ്ചിങ് ബിഹേവിയേഴ്സ്. അതായത് കുട്ടികളുടെ കുട്ടികളുടെ ഓരോ സ്വഭാവങ്ങളും മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടുപെടും. അതൊരു ഐസ്ബർഗിനോട് നമുക്ക് സാമ്യപ്പെടുത്താം. കുട്ടികളുടെ പുറത്ത് കാണിക്കുന്ന സ്വഭാവങ്ങൾ കുറച്ചും അകത്ത് അവർ കാണിക്കാതെ കിടക്കുന്ന കുറേ അധികം സ്വഭാവങ്ങൾ കാണും. അതൊരു പക്ഷേ അവർ പേരൻസിൻ്റെ അടുത്ത് കാണിക്കണം എന്നില്ല. അവർക്ക് കാണിക്കാൻ ചിലപ്പം അവർക്ക് മടിയായിരിക്കാം.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ഉള്ളിൽ നടക്കുന്നതെന്ന് പേരൻസ് കണ്ടുപിടിക്കുക. അതൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് പോയി ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരില്ല. അതിന് പകരം ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പോയി ഇരുന്ന് ചെയ്തിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ ഓരോ ഇമോഷൻസും അവർ എന്താണ് ഉള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പോയി ഇരുന്ന് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതൊക്കെ ഇത് സഹായിക്കും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ചിൽഡ്രൻ. എങ്ങനെ കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കാം. യൂസ് സിമ്പിൾ ഫ്രേസസ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ എല്ലാം നിരത്തിയിട്ടിരിക്കുക, ഉടുപ്പെല്ലാം നിരത്തിയിട്ടിരിക്കുക എടുത്തു വെക്കാതെ. അപ്പോൾ പോയിട്ട് എടുത്തു വെക്കുന്ന നീ എന്താ ഇങ്ങനെയെല്ലാം നിരത്തിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് പേടിപ്പിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്ന ഇതൊക്കെ അടുക്കി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിപ്പാട്ടെല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് എന്താ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കളിച്ച് പെറുക്കി വെക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ പറയാതെ എനിക്ക് തോന്നുന്ന ഇത് പെറുക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി, ഇപ്പൊ വീടിന്റെ ഭംഗി അതായിരിക്കും, അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചാൽ കുട്ടികൾക്ക് ആ കാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഫോക്കസ് ഓൺ ബിഹേവിയർ. അവരെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് നീ എന്താ നോട്ട് ചെയ്യിപ്പോയി അങ്ങനെ ചോദിച്ച് പേടിപ്പിക്കാതെ അവരുടെ ബിഹേവിയേഴ്സിനോട്ട് ഫോക്കസ് ചെയ്തിട്ട് അത് ഓക്കെയാണ്, അതൊരു അവരുടെ ഒരു സ്വഭാവമാണ് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക പേരൻസ്. അല്ലാതെ നീ എന്താണ് ഇങ്ങനെ അങ്ങനെ ചോദിച്ച് കുറ്റപ്പെടുത്താതിരിക്കുക. ബി എംപത്തറ്റിക്. അതായത് സാഡ് ആവുന്നതും ആംഗ്രി ആവുന്നതും ഒക്കെ യൂഷ്വൽ കാര്യമല്ല, ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു യൂഷ്വൽ കാര്യമാണ്. അത് വലിയൊരു കാര്യമല്ല, അത് ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമല്ല, അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു രീതിയിൽ ബി എംപത്തറ്റിക്. റെഷ്യൂർ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, ഒരു കാംനെസ് പകർന്നു കൊടുക്കുക. അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും അവരൊരു സമാധാന അന്തരീക്ഷം പണിതെടുക്കുക. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. അതായത് സ്റ്റാർട്ട് ഏർലി, ബിഗിൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വൈ ചിൽഡ്രൻ ആർ യങ്. കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്തെ നല്ല രീതിയിൽ അവരുമായിട്ടൊരു ബോണ്ട് ബിൽഡ് ചെയ്ത് പോകുക. അതായത് ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ പേടിപ്പിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അവരെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് വലുതാവുമ്പം അവരുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്ന് വളരാൻ സഹായിക്കും. ലിസൺ ആക്റ്റീവ്ലി. കുട്ടി എന്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലും വന്നിട്ട് അത് വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടി വരുവാണെങ്കിൽ എന്ത് പണിയാണെങ്കിലും അത് നിർത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കേട്ടിരിക്കുക. അവരെന്താണ് പറയുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണെന്നെല്ലാം മനസ്സിലാക്കി ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കാര്യം വന്നാലും ഓടി വന്ന് പേരൻസിനോട് പറയാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് അറ്റ് ദെയർ ലെവൽ. അതായത് കുട്ടികളുടെ രീതിയിലോട്ട്, കുട്ടികളുടെ ആ പ്രായത്തിലോട്ട് താഴ്ന്നു പോയിട്ട് അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുക, ഒരു ഫ്രണ്ടിനെ പോലെ അങ്ങനെ സംസാരിക്കണം. അല്ലാതെ പേരൻറ്റിൻ്റെ ഏജിൽ നിന്നിട്ട് വലിയ വലിയ കാര്യങ്ങളായിട്ട് പറയാതെ കുട്ടികളുടെ രീതിയിൽ താഴ്ന്നു പോയിട്ട് അവരോട് സംസാരിക്കുക. കീപ് ഇറ്റ് ബ്രീഫ്. എന്ത് കാര്യം വന്നാലും ലിമിറ്റ് കോൺവെർസേഷൻ, ചെറിയ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ വലുതായിട്ട് കുറേ നേരം ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യാതെ ചെറിയ 30 സെക്കൻഡ് 30 സെക്കൻഡ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് കോൺഫ്ലിക്ട്സ്. അതായത് കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വൺ പ്രോബ്ലം അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലാതെ എല്ലാം കൂടി വലിച്ചിറക്കിയിട്ടിട്ട് എല്ലാത്തിനും കൂടെ കുറ്റം പറയാതെ ഓരോ അവർ എന്തിനാണ് വഴക്കുണ്ടാകുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്
ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അഴിച്ചു പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ സൊല്യൂഷൻ പറഞ്ഞു വരിക. യൂസ് ഐ മെസ്സേജസ്, അത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുവാണ് ഇങ്ങനെ വഴക്കുണ്ടാകുന്നത് അത്രയ്ക്ക് നല്ലതല്ല, അങ്ങനെയുള്ള ഐ മെസ്സേജസ് ഉപയോഗിക്കുക. ഈ വില്ലിംഗ് ടു ഫോർഗീവ്. പിന്നെ എന്തെങ്കിലും പേരൻസുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ, ക്ഷമിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡിങ് സിബ്ലിംഗ് റൈവലറി, അതായത് ഒരു കുട്ടിക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടി വരുമ്പോൾ ആദ്യം രണ്ടാമത്തെ കുട്ടികൾ കൂടിയിരുന്ന വഴക്കുണ്ടാകുക ഒരു വീട്ടിൽ സാധാരണമാണ്. അതിൽ എങ്ങനെയാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ജലസി ആൻഡ് ആദ്യം നമുക്ക് നോക്കാം എന്തിനൊക്കെയാണ് കുട്ടികൾ വഴക്കുണ്ടാകാറ്. സാധാരണ എന്തിനൊക്കെയാണ് വഴക്കുണ്ടാകാറ് എന്ന് വെച്ചാൽ ജലസി ആൻഡ് കോമ്പറ്റീഷൻ, അസൂയ കാരണവും കോമ്പറ്റീഷൻ മൈൻഡ്. ഇപ്പൊ അവൻ അത് ചെയ്ത് തീർത്തുമായി, അവന് ഒരു ഇത് കിട്ടി, പേരന്റ് ഒരു കോംപ്ലിമെന്റ് കിട്ടി എന്നുള്ള രീതിയിൽ കുട്ടികൾ വഴക്കുണ്ടാവാറുണ്ട്. ചേഞ്ചിങ് നീഡ്സ്, അതായത് പല പല കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു രണ്ടു പേർക്ക് ഒരേ കാര്യങ്ങൾ വേണ്ട വരും ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വഴക്കുണ്ടാവാറുണ്ട്. ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, ഓരോ കുട്ടിക്കും ഓരോ ബിഹേവിയേഴ്സ് ആണ്. അപ്പം അവരുടെ ഓരോ ബിഹേവിയേഴ്സ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാൻ സാധ്യതയുണ്ട്. പേരന്റ് റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ പേരന്റ് എങ്ങനെയാണ് വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതും മദറും ഫാദറും എങ്ങനെയാണ് വീട്ടിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള രീതി കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഈ സമയവും വഴക്കിടുവാണെങ്കിൽ കുട്ടികൾ വഴക്കിടാൻ തന്നെയാണ് പഠിക്കുന്നുള്ളൂ. അവർ സമാധാനത്തോടെയാണ് പോകുന്നതെങ്കിൽ കുട്ടി അങ്ങനെ തന്നെ ആയിത്തീരും. മാനേജിങ് സിബ്ലിംഗ് കോൺഫ്ലിക്റ്റ്, അതായത് എങ്ങനെ ഈ കോൺഫ്ലിക്റ്റ്, അതായത് എങ്ങനെ ഈ വഴക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്സ് ഫോർ പേരൻസ്, ആദ്യമേ സ്റ്റെപ്പ് ഫോർ പേരൻസ് ആണ്. സെപ്പറേറ്റ് ആൻഡ് കാം, അവര് ഒരു കാമാവുന്നത് ആയി കഴിഞ്ഞ് വേണം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ അവരുടെ വഴക്കിന്റെ ഇടയിൽ കയറി ഇടപെട്ട് പെട്ടെന്ന് വലിച്ചു മാറ്റി അങ്ങനെ പോകാതിരിക്കുക. അവര് ഒരു സ്പേസിൽ അവർ ഇച്ചിരി കാമാവും, ആ സമയത്ത് അവരെ മാറ്റിവിടാൻ ശ്രമിക്കുക. അവോയ്ഡ് ബ്ലെയിമിങ് വൺസൈഡ്, ഒരു കുട്ടിയെ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക. നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവൻ അത് ചെയ്തതെന്ന് പറയാതിരിക്കുക. ഒരു കുട്ടി ഒറ്റയ്ക്ക് വഴക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്ത് വഴക്ക് പറയുന്നത് നിർത്തുക. ക്രിയേറ്റ് വിൻ വിൻ സൊല്യൂഷൻസ്, അതായത് ഇപ്പോൾ എന്ത് ചെയ്താലാണ് ഇപ്പോൾ ഒരു ഇത് വെക്കുക, ഇനി ഇങ്ങനെ ആദ്യം ഒരാൾ ക്ഷണിച്ചു കൊടുത്താൽ അയാൾ ജയിക്കും, അങ്ങനെ കുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർ വിജയിക്കും, അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ വെച്ചാൽ അവർ ചിലപ്പം വഴക്ക് നിർത്താൻ സാധ്യതയുണ്ട്. ഹെൽപ്സ് കിഡ്സ് ഗെറ്റ് അലോൺ. സെറ്റ് ക്ലിയർ റൂൾസ്, അതായത് ഒരു വീട്ടിലെ ക്ലിയർ റൂൾസ് ഒക്കെ. ഇപ്പം രണ്ട് കുട്ടികൾ ഇപ്പോൾ ടി വി കാണാനാണ് അടി ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് വേറെ വേറെ ചാനൽ വേണം, അതിനാണ് അവർ അടി ഉണ്ടാകുന്നതെങ്കിൽ ഓരോ സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഇപ്പോൾ രാവിലെ ഒരാൾ, ഉച്ചയ്ക്ക് ഒരാൾ, അങ്ങനെ ഓരോ സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക. ടീച്ച് റെസ്പോൺസിബിലിറ്റി, കുട്ടികളെ എങ്ങനെയാണ് റെസ്പോൺസിബിൾ പേഴ്സൺ ആവുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടിക്കും ഓരോ സമയത്ത് അറ്റൻഷൻ കൊടുക്കണം. ഒരു കുട്ടിക്ക് വേണ്ടി ഒരു സമയം അങ്ങനെ മാറ്റി വെക്കണം. ഒരു കുട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം അങ്ങനെ പേരൻസ് കണ്ടുപിടിക്കണം. ഷോ അൺകണ്ടീഷണൽ ലവ്, അതായത് അവരെ മനസ്സിലാക്കിപ്പിക്കണം എനിക്ക് ഇത്ര സ്നേഹമുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ ആ കുട്ടിക്ക് മനസ്സിലാകും എൻ്റെ പേരൻറ്റിനൊക്കെ എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അങ്ങനെ അൺകണ്ടീഷണൽ ലവ് കാണിക്കുക. ഇതോടെ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. Parenting isn't about getting it right all the time. It's about leaving behind a voice that whispers to our children. അതായത് പേരന്റിങ് എന്ന് പറഞ്ഞാൽ എന്നും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ല പറയുന്നത്. ഇപ്പോൾ ആ കുട്ടിക്ക് വളർന്നു വരുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് ഓടി എൻ്റെ പേരന്റിൻ്റെ അടുത്ത് പോകാൻ കഴിയും, അല്ലെങ്കിൽ അവർ മുമ്പ് പറഞ്ഞ ഒരു സൊല്യൂഷൻ അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് അവർക്ക് തോന്നണം. അതാണ് പേരന്റിങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് എടുത്തോളം. അസ്സലാമു അലൈക്കും.